യുഎഇയിൽ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുവാണോ? നിലവിലെ ജോലി രാജിവെച്ചതായി എപ്പോഴാണ് തൊഴിലുടമയെ അറിയിക്കേണ്ടത്? ജോലി മാറുമ്പോൾ തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പുതുക്കണോ? പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. എത്ര കാലമാണ് നോട്ടീസ് പീരീഡ്? നിലവിലുള്ള ജോലി രാജിവെക്കുമ്പോൾ എത്ര കാലമാണെന്ന് നോട്ടീസ് പീരീഡ് എന്നുള്ളത് അറിയാൻ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റ് നോക്കാം. സാധാരണഗതിയിൽ 30 മുതൽ 90 ദിവസം വരെയാണ് നോട്ടീസ് പീരീഡ്. ജോലി മാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മേലുദ്യോഗസ്ഥനുമായി സംസാരിക്കാം. എന്നാൽ രാജിക്കത്ത് ഔദ്യോഗികമായി മെയിൽ ചെയ്യണം. അവസാന പ്രവൃത്തി ദിവസം എന്നാണെന്നതും രാജിക്കത്തിൽ വ്യക്തമാക്കാം. പുതിയ ജോലിയിൽ താമസം കൂടാതെ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നോട്ടീസ് പീരീഡ് ഒഴിവാക്കി നിലവിലെ കമ്പനിക്ക് അല്ലെങ്കിൽ തൊഴിലുടമയ്ക്ക് നഷ്ടപരിഹാരം നൽകി മാറാം. 1 വർഷം തുടർച്ചയായി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ യുഎഇയുടെ തൊഴിൽ നിയമം അനുസരിച്ച് എൻഡ് ഓഫ് സർവീസ് ഗ്രാറ്റുവിറ്റി ലഭിക്കാൻ അർഹനാണ്. ജോലി അവസാനിപ്പിച്ച് 14 ദിവസത്തിനുള്ളിൽ ഇത് ലഭ്യമാക്കാൻ തൊഴിൽദാതാവ് അല്ലെങ്കിൽ സ്ഥാപനം ബാധ്യസ്ഥമാണ്. കാലതാമസം സംബന്ധിച്ചുള്ള പരാതികൾ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിന്റെ ടോൾ ഫ്രീ നമ്പറായ 860 എന്നതിലേക്കോ ആപ്പ് മുഖേനയോ വെബ്സൈറ്റ് മുഖേനയോ അറിയിക്കാവുന്നതാണ്. വായ്പ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ തിരിച്ചടവ് ബാക്കിയുണ്ടെങ്കിൽ ബാങ്കുകൾ ഗ്രാറ്റുവിറ്റി മരവിപ്പിച്ചേക്കാം. സാധാരണഗതിയിൽ വായ്പാ കരാറുകൾ കുടിശ്ശികയുള്ള കടങ്ങൾ നികത്താൻ സേവനത്തിന്റെ അവസാന ആനുകൂല്യങ്ങൾ ക്ലെയിം ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്താറുണ്ട്. ജോലി മാറുന്നത് സംബന്ധിച്ച് ബാങ്കുകളെ അറിയിച്ച് ഇതിൽ കൂടുതൽ വ്യക്തത വരുന്നത് നന്നായിരിക്കും. സെൽഫ് സ്പോൺസേഡ് വിസകളായ ഗോൾഡൻ വിസ, ഗ്രീൻ വിസ എന്നിവ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ജോലി തുടങ്ങുന്നതിനായി മന്ത്രാലയത്തിന്റെ വർക്ക് പെർമിറ്റിന് കാത്തിരിക്കേണ്ടതില്ല. സ്ഥാപനങ്ങളുടെ ജോലി വിസയിലാണെങ്കിൽ ആദ്യം ജോലി ചെയ്ത സ്ഥാപനം വിസ റദ്ദാക്കുകയും അതിനുശേഷം പുതിയ സ്ഥാപനത്തിൽ വിസയ്ക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. പുതിയ വിസ ലഭിക്കാൻ ഒരാഴ്ച മുതൽ 10 ദിവസം വരെ എടുക്കും. തൊഴിൽ നഷ്ട ഇൻഷുറൻസ് എടുത്തിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പുതിയ ജോലിയിൽ പ്രവേശിച്ചാൽ വീണ്ടും ഇൻഷുറൻസ് അപേക്ഷിക്കേണ്ടതില്ല. കാലാവധി കഴിയുമ്പോൾ പുതുക്കണം. ആ സമയത്ത് വിവരങ്ങൾ ചേർക്കാവുന്നതാണ്. തൊഴിൽ നഷ്ട ഇൻഷുറൻസ് തവണകൾ അടയ്ക്കാൻ മറക്കരുത്. തവണകൾ അടയ്ക്കാതിരുന്നാൽ തൊഴിൽ നഷ്ടപ്പെട്ടാലും ഇൻഷുറൻസ് ലഭിക്കില്ല.